രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അരമണിക്കൂർ എന്തായാലും തുമ്മണം. രാത്രി കിടക്കുന്ന സമയത്ത് മൂക്കടപ്പ് കാരണം ഉറങ്ങാൻ പറ്റുന്നുമില്ല. രാവിലെ എഴുന്നേറ്റാലും അല്ലെങ്കിൽ പകൽ സമയത്ത് മുഴുവൻ വല്ലാത്ത ക്ഷീണം, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, തീരെ ഫോക്കസ് ഇല്ല. ഇതൊന്നും അനുഭവിക്കാത്ത ഒരാൾക്ക് അലർജി ഉള്ള ഒരാളുടെ ബുദ്ധിമുട്ട് ഒരിക്കലും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി അലർജി ഉള്ള പല ആൾക്കാർക്കും ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പലപ്പോഴും ഇവരടുത്ത് തെറാപ്പിയോ അല്ലെങ്കിൽ ചിലപ്പോൾ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ പറയാറുണ്ട്. അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് ചെറിയൊരു മൂക്കടപ്പോ അല്ലെങ്കിൽ തുമ്മലോ അല്ല. ഇത് വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു ക്രോണിക് കണ്ടീഷനാണ്. ഇങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും ഇതൊരു ശാരീരിക പ്രശ്നം മാത്രമല്ല, ഇത് മാനസികമായി ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും പലപ്പോഴും വളരെ മടുപ്പ് തോന്നുകയും ചെയ്യും. പല പേഷ്യൻസും എന്നോട് പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡോക്ടറെ എവിടെ പോകുമ്പോഴും അവിടെ പൊടി ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനാണ് എനിക്കുള്ളത്. AC ഉള്ള സ്ഥലങ്ങളിൽ പോകാൻ പേടിയാണ്. അതുപോലെ പെർഫ്യൂം അധികം അടിച്ച ആൾക്കാരുടെ അടുത്ത് പോകുന്ന സമയത്ത് ടെൻഷനാണ്, ഇത് കൂടുമോ എന്ന്. വീട് വൃത്തിയാക്കുന്ന സമയത്ത് ഞാൻ ആ റൂമിൽ ഒരിക്കലും കയറാറില്ല. വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് പേടിയാണ്, തുമ്മൽ കൂടുമോ എന്ന്. ഇങ്ങനെ ഓരോ ദിവസം ഓരോ സാഹചര്യങ്ങൾ ഒഴിവാക്കി നടക്കുന്ന ആൾക്കാർ സ്വന്തം അവരുടെ ലോകം ചെറുതായി വരുന്നുണ്ട്. സുഹൃത്തുക്കളുടെ ഒപ്പം പുറത്തേക്ക് പോകുന്നത് ഇവർ കുറയ്ക്കും. ടൂറിന് പലപ്പോഴും പോകുമ്പോൾ ഇവരും എല്ലാം അതിന് സ്കൂട്ടാവാൻ നോക്കും. പൊടി ഉണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളും ഇവർ കഴിയുന്നതും ഒഴിവാക്കും. രാത്രി ഉറക്കം കിട്ടാത്തത് കൊണ്ട് തന്നെ പകൽ സമയത്ത് ഭയങ്കര ക്ഷീണമാവും. ഒപ്പം തന്നെ വളരെയധികം ദേഷ്യവും ഇവർക്ക് കൂടുതലായിരിക്കും. ഇതൊക്കെ കാരണം പലപ്പോഴും പഠനത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ശ്രദ്ധ കുറയും. ഇതിനൊപ്പം തന്നെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുന്ന സമയത്ത് ഇവർക്ക് വല്ലാത്തൊരു സങ്കടം പല കാര്യങ്ങളിൽ വരും. ഒരു ആങ്സൈറ്റി ഉണ്ടാവും. പലപ്പോഴും ഒരു ഡിപ്രഷൻ പോലുള്ള സ്റ്റേജുകളിൽ എത്തും. ഈ സമയത്താണ് തെറാപ്പിയുടെയും കൗൺസിലിങ്ങിന്റെയും ഇമ്പോർട്ടൻസ്. ഈ ഒരു കാര്യം ക്ലിയർ ആയിരിക്കണം. തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒരിക്കലും അലർജി മാറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ അലർജി കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പലതരത്തിലുള്ള സ്ട്രെസ്, ആങ്സൈറ്റി, നമ്മൾ പലപ്പോഴും നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, നമ്മൾ പല സമയത്തും ഉണ്ടാകുന്ന അവോയ്ഡൻസ്, ഇതൊക്കെ ഒഴിവാക്കി നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ നമ്മൾക്ക് ഇത് സഹായിക്കും. അതുകൊണ്ടാണ് അലർജി ഒരിക്കലും ഒരു ആന്റിഹിസ്റ്റമിൻ ടാബ്ലറ്റിലോ അല്ലെങ്കിൽ ഒരു നേസൽ സ്പ്രേയിലോ ഒതുങ്ങരുത് എന്ന് ഞാൻ പറയുന്നത്. സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഇത് പലപ്പോഴും രോഗികൾക്ക് ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്നും എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പല ഡോക്ടേഴ്സും ചിലപ്പോൾ ഈ ഒരു കാര്യം കൊടുത്തോളണമെന്നില്ല. ഈ അസുഖത്തോടുള്ള ഭയം, അതുപോലെ തന്നെ അസുഖം കൃത്യമായി മനസ്സിലാക്കുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നീ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ, അതുപോലെ ചികിത്സയോടുള്ള ആത്മവിശ്വാസം, ഈ കാര്യങ്ങളോട് കൂടി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് കുറെ മാറ്റിയെടുക്കാൻ സാധിക്കും. അലർജി നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാതിരിക്കാൻ ദിവസവും ചെയ്യേണ്ട 5 കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളും അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണോ? നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക.